ഓൻ കണവനെ തിരുമ്പി കിടക്കണമെന്ന് കെഞ്ചി കേള്. നല്ല കേള്, ഓനക്ക് കിടക്കും. நல்லம்மா, எவகிட்ட தலைபூஜை பண்றதுக்கு சொல்லு. அம்மன் பிரசாதிச்சிடும். இவளு வந்து சின்ன பொண்ணடி. தலை பூஜை பண்றதுக்கு கொஞ்சம் தைரியம் வேணும். இந்த மாதிரி பட்டணத்து பொம்பளைக்கு அது ரொம்ப கஷ்டமா தான் இருக்கும். அவங்க ஜெபிக்கட்டும், நீங்க வாங்கடி. എന്തിനാ ദേവി എന്നെ ഇനിയും പരീക്ഷിക്കുന്നത്? ഓർമ്മ വെച്ച നാളു മുതൽ നിന്റെ നടയിൽ കൈകൂപ്പി നിൽക്കുന്നതല്ലേ. എനിക്ക് വേണ്ടപ്പെട്ടവരെയൊക്കെ മുമ്പേ തന്നെ നീ തിരികെ വിളിച്ചു. എന്നിട്ടും ഒരു പരാതിയും പറയാതെ എന്നും ഞാൻ നിന്നെ പൂജിച്ച് തൊഴുതിട്ടേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഇപ്പോഴും അലിവ് തോന്നാത്തത് എന്താ നിനക്ക്? എന്നെ രക്ഷിക്കാനാ പ്രസാദേട്ടൻ ശ്രമിച്ചത്. ഇപ്പൊ എന്റെ ജീവിതത്തിൽ നിന്ന് ഏട്ടനെയും കൂടി അടർത്തി മാറ്റിയാലേ നിന്റെ മുഖം തെളിയുന്നുണ്ടോ? ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. എന്റെ പ്രസാദേട്ടന്റെ ജീവന് ഒരാപത്തും വരരുത്. പകരം എന്ത് വേണമെങ്കിലും തരാം. എന്റെ ജീവൻ വേണമെങ്കിലും തരാം. എന്ത് കഷ്ടപ്പാടും ഞാൻ ഏറ്റെടുത്തോളാം. ഇനി എത്ര അഗ്നിപരീക്ഷകൾ വേണമെങ്കിലും തന്നോളൂ. പക്ഷെ പ്രസാദേട്ടനെ ഞാൻ വിട്ടുതരില്ല, വിട്ടുതരില്ല. ഈ നടയിൽ കിടന്ന് ഞാൻ മരിക്കും, എന്നാലും ഞാൻ വിട്ടുതരില്ല. നീ വേണം ഏട്ടനെ രക്ഷിക്കാൻ. കൈവിടരുത്, കൈവിടരുത്. രക്ഷിക്കണം. അമ്മനെ നമോ നമഃ, ദേവി നമോ നമഃ, അമ്മനെ നമോ നമഃ. അമ്മ, അമ്മ, മൂത്തോന്ന് എന്തെങ്കിലും പറഞ്ഞു? പ്രസാദേട്ടൻ കണ്ടു കാണോ? ഇല്ലേ, நீங்க வாமா. நேரம் ராத்திரியாக போகுது. கொஞ்சம் முളങ്കஞ்சி சாப்பிடலாம். എനിക്കൊന്നും വേണ്ട. പ്രസാദേട്ടൻ കണ്ണു തുറക്കാതെ ഞാൻ ജലപാനം കഴിക്കില്ല. நீ இப்படி இங்கே இருந்து அழுதுட்டு என்ன பிரயோஜனம்? അമ്മൻ മുന്നിൽ തലപൂജ നടത്ത്. അതിക്കപ്പുറം അമ്മൻ പ്രസാദം കിടച്ചാത്ത ഉൻ കണവനൊക്കെ രക്ഷ കിടച്ചിടും. ഏയ് വാ മൂടടി. എന്താ എന്താ പറഞ്ഞത്? എന്ത് പൂജ ചെയ്യണമെന്ന്? அதெல்லாம் ரொம்ப கஷ்டமான பூஜை. உன்னால செய்ய முடியாது. ഞാൻ ചെയ്യും. എത്ര കഷ്ടത പിടിച്ച പൂജയാണെങ്കിലും ഞാൻ ചെയ്യും. എന്റെ പ്രസാദേട്ടൻ എനിക്ക് രക്ഷിക്കണം. അതിന് എന്ത് ചെയ്യും ഞാൻ? പറ, എന്താ അത്? வேணாமா வேணாம், அது ரொம்ப கஷ்டமான பூஜை. உங்களால தாங்க முடியாது. ഈശ്വരനെ ഓർത്ത് എന്നോട് ഇത്തിരി ദയവ് കാണിക്കും. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. പ്രസാദേട്ടന്റെ ജീവൻ തിരിച്ചു കിട്ടുമെങ്കിൽ ഈ നടയിൽ ഞാൻ എന്റെ ജീവൻ ബലി കൊടുത്തേക്കാം. പറ, എന്താ ചെയ്യണ്ടെന്ന് പറ. അപ്പടിയൊന്നും വേണാമ്മ. നല്ലമ്മ ചൊല്ലിക്കൊട്. അമ്മൻ പ്രസാദം കിടച്ച ഇവങ്ങൾക്ക് ഒരു പ്രശ്നവും കൂടാതെ നല്ലതുതാൻ വരും. പറ, ആരെങ്കിലും ഒന്ന് പറ. ഈശ്വരനെ ഓർത്ത് പറ. എന്താ ഈ തലപൂജ? நானே சொல்லித்தரேன். இந்த உச்சிமாளி அம்மனுக்கு தலை பூஜை பண்ணினார் அந்த அம்மனோட பிரசாதம் கிடைக்கும். അമ്മൻ പ്രസാദം എന്ന് പറഞ്ഞാൽ എന്താ? அம்மனோட அனுகிரகம். கொஞ்சம் தண்ணி அம்மன் முன்னாடி வச்சு ஈரன் புடவை எடுத்து தலைக்கு மேல் கலசம் வச்சு அதுல தீ போட்டு பிரார்த்திக்கணும். உண்ணாமல் உறங்காமல்
தலையில தீ போட்ட கலசம் ஏந்தி இருக்கிறது சாதாரண அல்ல. அது உன்னால முடியாதம்மா. நீ நல்ல கெஞ்சி கேளு, கணவனுக்கு சுகமாயிடும். வா மல்லி, போலாம். എനിക്ക് എനിക്ക് തലപൂജ ചെയ്യണം. ഞാൻ തയ്യാറാ. അയ്യോ അമ്മ, അത് വേണം. വേണം. എന്തും സംഭവിച്ചോട്ടെ, തീച്ചൂടില് എന്റെ തല പൊട്ടിത്തെറിച്ചോട്ടെ, എന്നാലും സാരമില്ല. എനിക്ക് തലപൂജ ചെയ്യണം, ചെയ്തേ പറ്റൂ. എന്താ മണിച്ച നിന്റെ കയ്യില്? അത് അത് പിന്നെ ഇങ്ങോട്ടോ, ഞാനൊന്ന് കാണട്ടെ. അയ്യോ, മാനസർ അറിഞ്ഞ എന്താ, എന്റെ തല എടുക്കുവോ? ഭവാനിയമ്മേരെ തലയ്ക്കല്ല, എൻ്റെ തലയ്ക്കാ കുഴപ്പം. ആരുടെ തലയ്ക്കാ കുഴപ്പമെന്നേ ഞാൻ പറയാം. ആദ്യം ആ വാങ്ങിച്ചുകൊണ്ട് വന്ന സാധനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുപോവാ, കാണട്ടെ ഞാൻ. അത് കൊണ്ടുവാടോ ഇങ്ങോട്ട്. എൻ്റെ ദൈവമേ, കടലിനും ചെറുത്തൻ്റെ ഇടയിലായല്ലേ ഞാൻ. തുറന്നു കാണിക്ക്, നോക്കട്ടെ. സാററിഞ്ഞ അറിയാതെ രഹസ്യമായിട്ട് കൊണ്ടു നടക്കാൻ ഇതെന്താടോ? രാജദൂത് എഴുതി ചേർത്ത താളിയോലയോ? അതോ രഹസ്യ സന്ദേശോ? ഒന്നുമല്ലല്ലോ, ആണോ? ആ നാശം പിടിച്ചവളെ ഇങ്ങോട്ടേക്ക് കെട്ടിയെടുക്കാൻ നിന്റെ സാറ് വില കൊടുത്തു വാങ്ങിയ ഇത്തിരി പൊന്നോ പുടവയോ അത്രയല്ലേ ഉള്ളൂ? ഈ ഭവാനി അത് കണ്ടതുകൊണ്ട്
ഒരു കോട്ട മതിലും ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല. നീ തുറക്കങ്ങോട്ട്. കല്യാണപ്പുടവ. അവളുടെ പുറകെ രാധേ രാധേ എന്ന് വിലപിച്ചോടിയിട്ട് 2 കാലിൽ നടന്നവൻ ഇപ്പൊ 1.5 കാലിലായി നടത്തം. ഇനിയും അവളുടെ പുറകെ ഓടിയാ ഈ പട്ട് പുറച്ച് കിടക്കേണ്ടി വരുമെന്ന് നിനക്കെങ്കിലും അവനെ പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ മണിച്ച? ഞാൻ ആരാ ഭവാനിയമ്മേത് പറയാൻ? സാറിന് സ്വയം അറിയില്ലേ എന്ത് ചെയ്യണമെന്ന്? അറിയില്ല മണിച്ച, അറിയില്ല അവന്. തലയ്ക്കകത്ത് നില ഉദിച്ചതുപോലെ വെറി പിടിച്ച് നടക്കുക അവൻ, നിന്റെ സാറ്. അവനെ പോലെ ഒരു പെൺപോന്തിന് ജന്മം കൊടുത്തല്ലോ എന്നോർത്ത് എന്റെ തലയാ കുനിയുന്നത്. യോഗ്യതയുള്ള പുരുഷനെ തേടി വരണം സ്ത്രീകള്. ഇത് പക്ഷേ ഭ്രാന്ത് പിടിച്ചതുപോലെ പരക്കം പാഞ്ഞ് നടക്കുമല്ലേ, രാധ രാധ എന്ന് ജപിച്ചോണ്ട്. നാണം കെട്ടവൻ. ഇനി ഇതെന്താണാവോ ഇതിന്റെ ഉള്ളില്? നോക്കട്ടെ ഞാൻ. തീയിലുരുക്കി പണിക്കുറ്റം തീർത്ത് നിന്റെ സാർ അവൾക്ക് വേണ്ടി പണിയിച്ചെടുത്ത് സൂക്ഷിക്കുന്ന ആ താലി കോർക്കാനുള്ള മാലയാവും ഇത്, അല്ലടാ? അതെ. പക്ഷേ ഇതൊന്നും ഉപകാരപ്പെടാൻ പോകുന്നില്ല ഒരിക്കലും. അല്ലെങ്കിൽ തന്നെ ഒരു താലി പണിയിച്ചു വെച്ചിട്ട് കാലം എത്രയായി? അതേ ഗതി തന്നെയാ ഈ മാലയ്ക്കും വരുന്നത്. ഇരുന്നിടത്തിരുന്ന് പൊടി പിടിക്കും. സ്വർണമായതുകൊണ്ട് തുരുമ്പിക്കില്ല എന്ന് മാത്രം. മറിച്ച് ദ്രവിച്ച് മണ്ണോട് മണ്ണ് ചേരാൻ പോകുന്നത് നിന്റെ സാറിന്റെ എല്ലും പല്ലുവാ. അത് മനസ്സിലാക്കാത്ത വിധിയാ എന്റെ മകൻ, അത്ര തന്നെ. അയ്യോ, കഴിഞ്ഞോ നിങ്ങളുടെ ശാപമൊക്കെ? നിങ്ങളൊരു വിഷസർപ്പമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ ഓരോ തകർച്ചയ്ക്കും കാരണം നിങ്ങളുടെ പ്രാക്കും ശാപങ്ങളോ? ഞാൻ നൊന്ത് പ്രസവിച്ച് വളർത്തിയ മകനെ ശപിച്ച് കൊല്ലാനും മാത്രം വിഡ്ഢിയല്ല ഈ ഭവാനി. സ്വന്തം ആയുസ് വെട്ടിക്കുറച്ചുകൊണ്ട് നീ ഓടുന്ന ഓട്ടം കണ്ട് ചങ്ക് പൊട്ടുവോ എനിക്ക്? അത് നിനക്കറിയാത്തോണ്ടാ. എന്റെ അടുത്ത് വേണ്ട നിങ്ങളുടെ അഭിനയം. ഒരു വാലാട്ടി പട്ടിയെപ്പോലെ നിങ്ങളുടെ ദ്രോഹപ്രവർത്തികൾക്ക് മുഴുവൻ കൂട്ടായി കിട്ടണോ ഈ മേഘന? എന്റെ ജീവിതം നിങ്ങൾക്കൊരു പ്രശ്നമല്ല. എന്റെ സുഖവും സൗഖ്യവും സമാധാനവും അത് നിങ്ങൾ ആഗ്രഹിക്കുന്നതേയില്ല. എന്റെ സ്വപ്നങ്ങൾക്ക് നിങ്ങളുടെ കാൽച്ചുവട്ടിലെ മൺതരിയുടെ വില പോലെ നിങ്ങൾ കൽപ്പിക്കുന്നില്ല. ഓ, നിന്റെ സമാധാനവും സൗഖ്യവും സ്വപ്ന സാഫല്യവും ഒക്കെ ഇപ്പൊ അവളായിരിക്കും, ആ രാധ. സംശയമുണ്ടോ? അവള് തന്നെ. ഒരു സംശയമില്ല. പക്ഷെ ഒരു കാര്യം നീ മനസ്സിൽ കുറിച്ചു വെച്ചോ. ഒരു 2ാം കെട്ടുകാരന്റെ ഒരു ന്യൂനതയും ഇല്ലാത്തവനാ നീ. ഏതു പെണ്ണിനും അനുയോജ്യനായ വരൻ. ഏത് സുന്ദരിയെയും നിനക്ക് സ്വന്തമാക്കാം. എന്നിട്ടും രാധയെ മതിയെന്ന വിഷചിന്ത എങ്ങനെ നിന്റെ തലച്ചോറിൽ വന്നു? അവളാ അതിന് കാരണം, സുഭദ്ര തന്നെ. നിന്റെ നാശത്തിന്റെ വഴി തുറക്കാനാ രാധയിലേക്കുള്ള മോഹത്തിന്റെ വിത്ത് അവള് നിന്നിൽ വിതച്ചത്. ഒരു വിഷച്ചെടിയായി അത് വളർന്ന് നിന്നെ വിഴുങ്ങും. അതുകൊണ്ട് പറയാ, ഒരു പടുവിഡ്ഢിയായി ഇനിയും നീ മാറരുത്. ഇനിയെങ്കിലും പിന്മാറാൻ നോക്ക്. അതാ നിനക്ക് നല്ലത്. രാധ നിനക്കൊരു പൂമാലയല്ല, കൊലക്കയറാ. സുഭദ്ര എന്ന യക്ഷിയുടെ കൊലക്കയർ മാത്രം.
വിട് സാറേ. അയ്യോ സാറേ, ഭവാനി ചത്തു സാറേ, വിട് സാറേ. ഇപ്പൊ ഞാൻ കൊല്ലാതെ വിടുക. മേഘൻ ചെയ്തതായിരുന്നു ശരിയെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് വരെ ജീവിക്കാൻ. രാധയുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടിയതിന് ശേഷം നിങ്ങളുടെ കഴുത്തിൽ ഞാനൊരു കുരുക്കിടും, മരണക്കുരുക്ക്. പിന്നെ ഒരു ദിവസത്തേക്ക് കൂടി നിങ്ങളൊരു സൂര്യോദയം കാണാൻ ഉണരില്ല. ഇനിയും എന്നെ പ്രാകാനും ശപിക്കാനും നിൽക്കാതെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഐ വിഷ് യു എ വെരി ബാഡ് നൈറ്റ്. மூத்தோனே, இந்த ஆளுக்கு எப்படி இருக்கு? வேதமாகுமா? எல்லாம் பண்ணி பார்த்தாச்சுன்னல்லம்மா. இனி ஒன்றுமே என் கையில் இல்லை. அம்மன் பிரசாதத்தில் தான் சுகம் கிடைக்கும். அந்த பொண்ணு தலை பூஜை பண்ணிட்டு இருக்கு. தலை பூஜையா? ஆமாங்க, வேணா வேணான்னு 100 தடவை சொல்லியாச்சு. ஆனா கேட்காம பூஜை பண்ணிட்டே இருக்கு. தலை பூஜை பண்ணுறதும் நல்லது தான். ஆனால் அது ரொம்ப கஷ்டம். இந்த நாள் வரைக்கும் ரொம்ப யாரும் பண்ணி முடிச்சது கிடையாது. இவரோட அவஸ்தை ரொம்ப கஷ்டம். இனி அம்மன் தான் நினைக்கணும் ஏதாவது ரெச்சை கிடைக்கிறதுக்கு. இவரோட உயிர் அவ கையில தான். நல்லம்மா போய் அவங்க கூடவே இரு. ഈ പുടവ എൻ്റെ 2ാം വിവാഹത്തിനായി വാങ്ങിയത്. ഈ മാലയും എൻ്റെ ഭാവി വധുവിനായിട്ട് വാങ്ങിയത്. ആരാ വധു എന്ന് അറിയാലോ? തൃപ്പങ്ങോട്ടെ രാധ തന്നെ, നിന്റെ സ്വന്തം അനുജത്തി. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ താലി കെട്ടിയത് നിന്നെയാണ്, തൃപ്പങ്ങോട്ട് സുഭദ്ര എന്ന നിന്നെ. നിന്നോടൊപ്പം എനിക്ക് പ്രേമമായിരുന്നില്ല, പക മാത്രമായിരുന്നു. തൃപ്പങ്ങോട്ട് വാസുദേവന്റെ ചിത കത്തുന്നത് കാണാൻ വേണ്ടിയുള്ള പക മാത്രം. അത് ഞാൻ കണ്ടു.
പക്ഷെ ഇപ്പോ രാധയുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടുന്നത് പകയോടെയല്ല, പ്രേമത്തോടെ. എന്റെ ഞരമ്പുകളെ പോലും വരിഞ്ഞു മുറുക്കി നിർത്തിയിരിക്കുന്ന അപാരമായ ആസക്തിയോടെ. ആ കനലുകൾ എന്നിൽ നിറച്ചത് അത് നീയാണ് സുഭദ്രേ. നിന്റെ അനുജത്തി രാധ നിന്റെ അതേ രൂപത്തിൽ എന്റെ മുന്നിൽ വന്നപ്പോ ഞാൻ എന്നെ തന്നെ മറന്നു പോവുമായിരുന്നു. പക്ഷെ അമ്മയും മണിച്ചനും പറയുന്നത് നീ ഒരു വിഷസർപ്പമാക്കി രാധയെ എന്റെ മുന്നിൽ അയക്കുന്നു എന്നാ. അത് ശരിയാണെങ്കിൽ ആഗ്രഹങ്ങളൊന്നും നടത്തിയെടുക്കാനാവാതെ മേഘൻ വിരളി പിടിച്ച് നടക്കുന്നതാണ് നിനക്ക് കാണേണ്ടതെങ്കിൽ അത് നടക്കില്ല സുഭദ്രേ. ഞാൻ അയച്ച ആളുകൾ രാധയുമായി വരുമെന്ന് ഉറപ്പാ. ഇവിടെ നിന്റെ മുന്നിൽ വെച്ച് തന്നെ ഞാൻ രാധയുടെ കഴുത്തിൽ താലി കെട്ടും. ചത്തൊടുങ്ങിയിട്ടും അശാന്തിയോടെ അലയുന്ന ആത്മാവ് മാത്രമായിട്ട് നീ മാറുന്നത് ഞാൻ കാണും. കാരണം നീ ചത്തു കഴിഞ്ഞതാ. ഞാൻ ജീവിച്ചിരിക്കുന്നവനും. ഈ ഭൂലോകം ഞങ്ങൾക്കുള്ളതാ, നിങ്ങൾക്കുള്ളതല്ല. അതുകൊണ്ട് മേഘനാഥന്റെ വഴി മുടക്കരുത്. മുടക്കിയാൽ ഒരിക്കൽ കൊന്ന നിന്നെ വീണ്ടും കൊല്ലും ഞാൻ. ഇപ്പോഴേ പറഞ്ഞില്ല എന്ന് വേണ്ട.